Hi everyone, good morning. Welcome back to our next SS class. Last day we started one chapter from our history, that is 7th, mobile and settled communities. We need to study from that chapter another topic, that is the Gond kingdoms. What about the Gond kingdoms? The Gonds lived in Gondwana, which included in the forests of central India and Chhattisgarh. ദാറ്റ് മീൻസ് ഗോണ്ട് എന്ന് പറയുന്ന ഒരു ട്രൈബൽ സൊസൈറ്റി ആയിരുന്നു. കാട്ടിൽ ജീവിച്ചിരുന്ന ഒരു ടീമായിരുന്നു. അവരെന്ത് ചെയ്തു, രാജകുടുംബങ്ങൾ വരെ ആയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഏരിയ എന്ത് ചെയ്തു, അവർ ഒരു രാജ്യമാക്കി. അവിടുത്തെ രാജാക്കന്മാർ അവർ തന്നെ ആയിട്ട് മാറി. ദ ഗോണ്ട്സ് ലിവ്ഡ് ഇൻ ഗോണ്ട്വാന വിച്ച് ഇൻക്ലൂഡഡ് ഇൻ ദ ഫോറസ്റ്റ് ഓഫ് സെൻട്രൽ ഇന്ത്യ ആൻഡ് ഛത്തീസ്ഗഡ്. ഇന്ന് ഇന്ത്യയിലെ ഛത്തീസ്ഗഡിലും സെൻട്രൽ ഇന്ത്യയിലുള്ള ഏരിയ ആണ് അന്നത്തെ ഗോണ്ട്വാന. ആ ഏരിയയിലായിരുന്നു ഗോണ്ട്സ് ജീവിച്ചിരുന്നത്. ഗോണ്ട്സ് എന്ന് പറയുന്ന ട്രൈബൽ പീപ്പിൾ. The regions was rich in prosperous metals, precious metals and forest products. ആ ഏരിയ എന്ന് പറയുന്നത് പ്രീഷ്യസ് ആയിട്ടുള്ള പല മെറ്റൽസ് ഉണ്ടായിരുന്നു. അതായത് അയൺ, അതുപോലെ ഗോൾഡ് അല്ലെ, അത്തരത്തിലുള്ള പ്രീഷ്യസ് ആയിട്ടുള്ള മെറ്റൽസും ഫോറസ്റ്റിലെ എന്താണ് ആവശ്യമുള്ള ഒരുപാട് പ്രോഡക്ട്സും ഉള്ള ഏരിയ ആയിരുന്നു ഛത്തീസ്ഗഡും സെൻട്രൽ ഇന്ത്യയും. രജപുത് ഡൈനാസ്റ്റീസ് റൂൾഡ് ഓവർ ദ റീജിയൻ ഇൻ ദ ഏർലി മിഡീവൽ പീരീഡ്. ഏർലി മിഡീവൽ പീരീഡിൽ രജപുത് റൂളേഴ്സ് ആയിരുന്നു ഈ ഏരിയ റൂൾ ചെയ്തിരുന്നത്. In the 15th century, various Gond tribes of the region united to form a large Gond kingdom called Gargandak. അല്ലേ, അതായത് രജപുത് റൂളേഴ്സിന് ശേഷം 15th സെഞ്ചുറിയിൽ വേരിയസ് ഗോണ്ട് ട്രൈബ്സിൽപ്പെട്ട പല ആളുകൾ കൂടിയിട്ട് എന്ത് ചെയ്തു, യുണൈറ്റഡ് അല്ലേ, അവർ ഒന്നിച്ചുകൂടി ആൻഡ് ഫോം എ ലാർജ് ഗോണ്ട് കിങ്ഡം. ഗോണ്ട് ട്രൈബൽസിൻ്റെ ഒരു രാജ്യം അവിടെ ഉണ്ടാക്കി. ആ രാജ്യത്തെയാണ് അവർ ഗർഗാണ്ടക എന്നറിയപ്പെട്ടത്. ഗോൺ ട്രൈബൽസിൻ്റെ രാജ്യമായിട്ട് ഗർഗാണ്ടക എന്നുള്ളൊരു കിങ്ഡമായിട്ട് ആ ഏരിയയെ മാറ്റി. ഓക്കെ, യൂഷ്വലി എ ഗോൺ കിങ്ഡം വാസ് ഡിവൈഡഡ് ഇൻ ടു ടെറിട്ടോറിയൽ യൂണിറ്റ്സ്. ഒരു ഗോൺ രാജ്യം പല ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്തു റൂൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. വിച്ച് ആർ ഹാവിങ് ഗാർഗ് അല്ലെ, എ ഗാർഗ്, ഫോർട്രസ് ആൻഡ് സെവറൽ വില്ലേജസ്. അതായത് ടെറിട്ടറീസ് ആയിട്ട് മാറ്റി. ഒരു ഗാർഗിൽ സെവറൽ വില്ലേജസ് ഉണ്ടായിരിക്കും. ഗർഗാണ്ടക ഹാഡ് മെനി ടൗൺസ് ആൻഡ് സിറ്റീസ്. ഗർഗാണ്ടകയിൽ ഒരുപാട് ടൗൺസും സിറ്റീസും ഉണ്ടായിരുന്നു. ആൻഡ് അബൌട്ട് 70,000 വില്ലേജസും ഉണ്ടായിരുന്നു ഗർഗാണ്ടക എന്ന് പറയുന്ന ഗോണ്ട്സിന്റെ രാജ്യത്തിൽ. ഓക്കെ, ദ ഗോണ്ട്സ് കെയിം ഇൻ ടു ക്ലോസ് കോണ്ടാക്ട് വിത്ത് രജപുത് റൂളേഴ്സ് ആയിട്ട് നല്ല കോണ്ടാക്ട്സ് ആയിരുന്നു ഗോണ്ട് രാജാക്കന്മാർക്ക്. ആൻഡ് സം ഗോണ്ട് ചീഫ്സ് വർ ഏബിൾ ടു മാരി ഇൻ ടു രജപുത് ഫാമിലീസ്. രജപുത്തിൽപ്പെട്ട ഫാമിലീസിൻ്റെ ലേഡീസിനെ വരെ വിവാഹം ചെയ്തിരുന്നു ആരെ, ഗോണ്ട് ട്രൈബൽസിൽപ്പെട്ട ആളുകൾ. അമൻദാസ്, വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ഗോണ്ട് കിങ്സ് ഓഫ് ഗർഗാണ്ടക. ഗർഗാണ്ടകയിലുള്ള പണ്ടുകാലത്തെ ഒരു രാജാവായിരുന്നു അമൻദാസ്. ടുക്ക് ദ ടൈറ്റിൽ സംഗ്രം ഷാ. അയാൾ സംഗ്രം ഷാ എന്നുള്ളൊരു പേര് സ്വീകരിച്ചു. ഹിസ് സൺ, അയാളുടെ മകനായിട്ടുള്ള ദൽപത് ഷാ മാരീഡ് ദ രജപുത് പ്രിൻസസ് ഓഫ് ദുർഗാവതി ഓഫ് ബണ്ടൽഖണ്ഡ്. രജപുത് രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള പവർഫുൾ രാജാക്കന്മാരായിരുന്നു. ആ പവർഫുൾ രാജാക്കന്മാരുടെ ബണ്ടൽഖണ്ഡ് എന്ന് പറയുന്ന പ്ലേസിൽ രാജകുമാരിയായിരുന്ന ദുർഗാവതിയെ മാരി ചെയ്തു. ആര്? അമൻദാസ് ആയിരുന്നു. അമൻദാസ് പിന്നീട് എന്ത് പേരെടുത്തു? സംഗ്രം ഷാ എന്ന പേര് സ്വീകരിച്ചു. അയാളുടെ മോനായിട്ടുള്ള ദൽപത് ഷായാണ് രജപുത് പ്രിൻസസ് ആയിരുന്ന ദുർഗാവതിയെ മാരി ചെയ്തത്. ദൽപത് ഡൈഡ് യങ്. ദൽപത് എന്ത് ചെയ്തു? ചെറുപ്പത്തിലെ മരിച്ചു. ലീഡിങ് ബിഹൈൻഡ് ഹിസ് ക്യൂൻ ആൻഡ് മൈനർ സൺ ബിർ നാരായൺ അല്ലേ. എന്നാൽ അയാളുടെ കൂടെ ആരുണ്ടായിരുന്നു? അവളുടെ ദുർഗാവതിയും അയാളുടെ ചെറിയ കുട്ടിയായിരുന്ന ബിർ നാരായണും ഉണ്ടായിരുന്നു. ഗർഗാണ്ടക ഗ്രൂ പ്രോസ്പെറസ് അണ്ടർ ദ ഏബിൾ ലീഡർഷിപ്പ് ഓഫ് റാണി ദുർഗാവതി. റാണി ദുർഗാവതി നല്ലൊരു റൂളർ ആയിരുന്നു. ഇയാളുടെ മരണശേഷം അവളാണ് ആ രാജ്യം ഭരിച്ചിരുന്നത്. ഹു റൂൾഡ് ഓൺ ബിഹാഫ് ഓഫ് ബിർ നാരായൺ. അവളുടെ ചെറിയ മകനാണ് അവന് പകരമായിട്ട് റൂൾ ചെയ്തിരുന്നത്. ആരായിരുന്നു? റാണി ദുർഗാവതിയായിരുന്നു. ദെൻ ദ കിങ്ഡം ഓഫ് ഗർഗാണ്ടക വാസ് നോൺ ഫോർ ഇറ്റ്സ് റിച്ചസ്. ഗർഗാണ്ടക എന്ന് പറയുന്ന രാജ്യം ഏറ്റവും അറിയപ്പെട്ടിരുന്ന അതിൻ്റെ റിച്ചസ്റ്റിലായിരുന്നു. നല്ല ക്യാഷ് ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്, നല്ല സമ്പത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇറ്റ് ഹാഡ് ടു ഫൈറ്റ് ഫ്രീക്വന്റ് വാർസ് അഗെയിൻസ്റ്റ് നെയ്ബറിംഗ് കിങ്ഡംസ് ഓഫ് രേവ ആൻഡ് മാൽവ. എന്നാൽ ഗർഗാണ്ടക എന്ന് പറയുന്ന രാജ്യം, ട്രൈബൽസിന്റെ രാജ്യം രണ്ട് ടീമുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നു. ആരൊക്കെയാണത്? രേവ ആൻഡ് മാൽവ എന്ന് പറയുന്ന രണ്ട് ടീമായിട്ട്.
അക്ബർസ് ആർമീസ് കോൺകേർഡ് മാൽവ. അക്ബറിന്റെ ആർമി എന്ത് ചെയ്തു? മാൽവ കീഴടക്കി. സബ്ജുഗേറ്റഡ് റേവയും അവരെന്നെ കീഴടക്കി. ആൻഡ് ഇൻവേർഡ് ഗർഗാണ്ടക. എന്നിട്ട് അവരെന്ത് ചെയ്തു? നമ്മുടെ ഗോൺസിന്റെ രാജ്യമായിട്ടുള്ള ഗർഗാണ്ടകയിലോട്ട് എത്തി. ആരുടെ? അക്ബറിന്റെ ആർമീസ്. റാണി ദുർഗാവതി ബ്രേവ്ലി ഡിഫീറ്റഡ് ഹെർ കിങ്ഡം. എന്ത് ചെയ്തു? ബട്ട് കിൽഡ് ഹെർസെൽഫ് വെൻ ഹർ ഡിഫീറ്റ് ബിക്കെയിം സർട്ടൻ. അവളെന്ത് ചെയ്തു? റാണി ദുർഗാവതി ധൈര്യപൂർവ്വം അക്ബറിന്റെ സൈന്യമായിട്ട് യുദ്ധം നടത്തി. എന്നാൽ എന്താണ്, അവസാനം അവള് പരാജയപ്പെടുന്ന ഉറപ്പായപ്പോൾ എന്ത് ചെയ്തു? സ്വയം വാളുകൊണ്ട് കുത്തി മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. റാണി ദുർഗാവതി ബ്രേവ്ലി ഡിഫെൻഡഡ് ഹർ കിങ്ഡം. അവളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അവർ പോരാടി. ബട്ട് കിൽഡ് ഹെർ സെൽഫ്, സ്വന്തം കുത്തി മരിച്ചു. വെൻ ഹർ ഡിഫീറ്റ് ബിക്കെയിം സർട്ടൻ, അവൾ പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ. ദെൻ ഹെർ സൺ ഓൾസോ ഡയഡ് ഫൈറ്റിംഗ്. യുദ്ധത്തിൽ അവളുടെ മകനും മരിച്ചു. ദ മുഗൾസ് ഗോട്ട് എ ലാർജ് ബൂട്ടി ഓഫ് ഗോൾഡ്. ഈ റാണി ദുർഗാവതിയുടെ ഈ ഗർഗാണ്ടക എന്ന് പറഞ്ഞ കൺട്രിയിൽ നിന്ന് എന്ത് ചെയ്തു? അലാവുദ്ദീൻ്റെ ആരാണ്? അക്ബറിന്റെ സൈന്യത്തിന് എന്ത് ചെയ്തു? ഇഷ്ടം പോലെ ഗോൾഡിന്റെ സമ്പത്തും സിൽവറും അതിൻ്റെ എലഫൻസ് എല്ലാം ആക്രമിച്ച് കീഴടക്കി. അക്ബർ എക്സ്പാൻഡഡ് ഹിസ് പ്രൊവിൻസ് ഓഫ് മാൽവ ബൈ അനക്സിംഗ് പോർട്സ് ഓഫ് ഗർഗാണ്ടക. അല്ലെ, മാൽവ എന്ന് പറഞ്ഞ ഏരിയ അക്ബർ വലുതാക്കി. ഗർഗാണ്ടക അയാളിലോട്ട് കൂട്ടിയോജിപ്പിച്ചിട്ട്. ഹി റീസ്റ്റോർഡ് ദ റെസ്റ്റ് ഓഫ് ഗർഗാണ്ടക ടു ചന്ദ്രഷാ, എ ബ്രദർ ഓഫ് ദൽപത് ഷാ. അല്ലെ, ദൽപത് ഷായുടെ മകനാണ്. അല്ലെ, ദൽപത് ഷാ എന്ന് പറയുന്നത് നമ്മുടെ റാണി ദുർഗാവതിയുടെ എന്താണ് ബ്രദറായിരുന്നു, ഹസ്ബൻഡാണ് ദൽപത് ഷാ. ദൽപത് ഷായുടെ ബ്രദർ ഉണ്ടായിരുന്നു മറ്റൊരു ഏരിയയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹി റിസ്റ്റോർഡ് ദ റെസ്റ്റ് ഓഫ് ഗർഗാണ്ടക ടു ചാന്ദ്രഷാ. അല്ലെ, ചാന്ദ്രഷായിൽ നിന്ന് എന്താണ് ഗർഗാണ്ടകയുടെ ബാക്കിയുള്ള ഏരിയയും കൂടി അക്ബർ കീഴടക്കി. അവിടെ ആരായിരുന്നു? ദൽപത് ഷായുടെ ബ്രദർ ആയിരുന്നു ഉണ്ടായിരുന്നത്, ചന്ദ്രഷാ എന്നറിയപ്പെട്ടിരുന്നത്. ഓക്കെ. ലേറ്റർ ദ ഗോൺ ടെറിട്ടറീസ് വർ ഗ്രാജുവലി ടേക്ക് ഓവർ ബൈ ദ മറാത്താസ്. പിന്നീട് ഗോൺ ഏരിയ എല്ലാം പിടിച്ചെടുക്കിയത് ആരാണ്? മറാത്താസ് എന്ന് പറയുന്ന റൂളേഴ്സ് ആയിരുന്നു. ഓക്കെ. ദെൻ ഇൻഫ്ലുവൻസ് ഓഫ് ബ്രാഹ്മൺസ്. ദ ഗോൺ കിങ്സ് എംപ്ലോയ്ഡ് ബ്രാഹ്മൺസ് ഫ്രം വാരണാസി ആസ് പ്രീസ്റ്റ് ആൻഡ് ഗേവ് ദം ലാൻഡ് ഗ്രാൻഡ്സ്. ഗോണ്ട് രാജാക്കന്മാർ ബ്രാഹ്മൺസിനെ ജോലിക്ക് വെച്ചിരുന്നു അവരുടെ കൊട്ടാരത്തിൽ. ഫ്രം വാരണാസിയിൽ നിന്ന് ആസ് പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം അല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് ഗേവ് ദം ലാൻഡ് ഗ്രാൻഡ്സ്. ഈ ഗോണ്ട് രാജാക്കന്മാർ ലാൻഡ് ഗ്രാൻഡായിട്ട് കൊടുത്തിരുന്നു ബ്രാഹ്മൺസിന്. ദീസ് കിങ്സ് ഓൾസോ പാട്രണൈസ്ഡ് ദ സാൻസ്ക്രിറ്റ് ലാംഗ്വേജ്. ഈ കിങ്സ് അല്ലെ, ദീസ് കിങ്സ് അതായത് ഈ ഗോൺ കിങ്സ് അല്ലെ സംസ്കൃത ലാംഗ്വേജ് പഠിക്കുന്നതിന് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ബ്രാഹ്മൺസിനെ അവരുടെ കൊട്ടാരത്തിൽ ജോലിക്ക് വെച്ചിരുന്നത്. കിങ് സംഗ്രം ഷാ വാസ് ഹിംസെൽഫ് എ ടാലന്റഡ് ഓതർ ഓഫ് സാൻസ്ക്രിറ്റ് വേഴ്സ്. സംസ്കൃതത്തിലുള്ള നല്ലൊരു എഴുത്തുകാരനായിരുന്നു കിങ് സംഗ്രം ഷാ എന്ന് പറയുന്ന ഗോണ്ട് കിങ്. ഓക്കെ. ദ നെക്സ്റ്റ് വി നീഡ് ടു സ്റ്റഡി അനദർ ട്രൈബ്സ്, ദാറ്റ് ഈസ് ദ അഹോം കിങ്ഡം. ദ അഹോംസ് belonged to Shan tribe of southern China and Southeast Asia. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ചൈനയിലുള്ള ഷാൻ ട്രൈബിൽപ്പെട്ട ടീമായിരുന്നു അഹോം ട്രൈബൽസ്. ദേ മൈഗ്രേറ്റഡ് ടു ദ ബ്രഹ്മപുത്ര വാലി ഇൻ ദ 13th century. 13th century ആയപ്പോൾ അവരെന്ത് ചെയ്തു? ഇന്ത്യയിലെ ബ്രഹ്മപുത്ര വാലിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു. ബൈ ദ 16th century they conquered the tribal kingdom of Chutias and won control over the entire eastern part and the section of western part ഓഫ് ദ വാലി. ബ്രഹ്മപുത്ര വാലിയുടെ വെസ്റ്റേൺ പാർട്ടും അതുപോലെ ഈസ്റ്റേൺ പാർട്ടും അവരെന്ത് ചെയ്തു? കൺട്രോൾ ചെയ്തു. ആരാ പരാജയപ്പെടുത്തിയിട്ട്? അവിടെ ഉണ്ടായിരുന്ന ട്രൈബൽസ് ആയിരുന്നു ചുട്ടിയാസ് എന്ന് പറയുന്നത്. ആ ചുട്ടിയാസിനെ പരാജയപ്പെടുത്തിയിട്ട് ഈ ഏരിയ മുഴുവൻ ആര് കൈക്കലാക്കി? അഹോംസ് എന്ന് പറയുന്ന ഷാൻ ട്രൈബിൽപ്പെട്ട ട്രൈബ് കൈക്കലാക്കി. ഓക്കെ. അറ്റ് ദിസ് ടൈം ദ ലാൻഡ് ഇൻ ദിസ് റീജിയൻ വാസ് കൺട്രോൾഡ് ബൈ നോൺ ട്രൈബൽ ലാൻഡ് ലോഡ്സ് കോൾഡ്സ് ബുനിയാസ്. അല്ലേ, അന്ന് ആ സമയത്ത് അറ്റ് ദിസ് ടൈം ഈ ഏരിയ റൂൾ ചെയ്തിരുന്നത് ട്രൈബൽസ് ആയിരുന്നു, നോൺ ട്രൈബൽസ് ആയിരുന്നു. ട്രൈബൽസ് ആയിരുന്നില്ല. ആരായിരുന്നു നോൺ ട്രൈബൽസ് ആയിരുന്ന ലാൻഡ് ലോഡ്സ്? ബുനിയാസ് എന്നാണ് അവരെ അറിയപ്പെടുന്നത്. ഓക്കെ, ബുയാൻസ്. ഓക്കെ, ബുയാൻസ് എന്നറിയപ്പെടുന്ന നോൺ ട്രൈബൽസ് ആയിരുന്നു ആ ഏരിയ റൂൾ ചെയ്തിരുന്നത്. അതും ആര് കീഴടക്കി? അഹോംസ് എന്ന് പറയുന്ന ട്രൈബൽ പീപ്പിള് കൈയടക്കി. The Buyans were employed as officials by the Ahom rulers and continued to exercise influence at the local level. പിന്നീട് എന്ത് ചെയ്തു? ബുയാൻസ് ഈ അഹോംസിന്റെ എന്ത് ചെയ്തു?
ഒഫീഷ്യൽസ് ആയിട്ട് വർക്ക് ചെയ്തു. ലോക്കൽ ലെവലിൽ അവർ ഒഫീഷ്യൽസ് ആയിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ദ നെക്സ്റ്റ്, ദ റൂളേഴ്സ് ഓഫ് ബംഗാൾ കോമ്പീറ്റഡ് വിത്ത് അഹോംസ് ഫോർ കൺട്രോൾ ഓവർ ദ ബ്രഹ്മപുത്ര വാലി. അല്ലേ, എന്ത് ചെയ്തു? റൂളേഴ്സ് ഓഫ് ബംഗാളിലുള്ള റൂളേഴ്സ് എന്ത് ചെയ്തു? അഹോംസുമായിട്ട് യുദ്ധം നടത്തി. എന്തിനു വേണ്ടിയിട്ട്? ബ്രഹ്മപുത്ര വാലി കീഴടക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ ദ തുർക്കിഷ് റൂളേഴ്സ് ഓഫ് ബംഗാൾ ടു കൺട്രോൾ ഓഫ് ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് വാലി. തുർക്കിഷ് റൂളേഴ്സ് എന്ത് ചെയ്തു? ബംഗാളിലുള്ള വെസ്റ്റേൺ പാർട്ട് ഓഫ് ബ്രഹ്മപുത്ര വാലി ഇവരെ കൺട്രോൾ ചെയ്തു, ഇവരുടെ കൈക്കലാക്കി. ദ അഹോംസ് റീറ്റെയിൻ കൺട്രോൾ ഓവർ ദ ഈസ്റ്റേൺ പാർട്ട്. എന്നാൽ അഹോംസ് ഈസ്റ്റേൺ പാർട്ടിൽ വീണ്ടും അവിടെ തന്നെ എന്ത് ചെയ്തു? അവരുടെ കൺട്രോള് നിലനിർത്തി. In the 17th century, the Ahoms bravely resisted the military expanse of Mughals into this region. പിന്നീട് മുഗളന്മാരും ഈ ഏരിയാസിൽ മുഗൾ റൂളേഴ്സും ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നു. അപ്പോൾ ആ സമയത്ത് ധൈര്യപൂർവ്വം അവരെ തിരിച്ച് യുദ്ധം ചെയ്തു. എന്നാൽ ബ്രിട്ടീഷ് ഓവർത്രൂ ദ അഹോംസ് ഇൻ ദ 19th century. എന്നാൽ ബ്രിട്ടീഷേഴ്സ് വന്നതിന് ശേഷം എന്ത് ചെയ്തു? അഹോംസിനെ 19th centuryയിൽ പരാജയപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. The next, our knowledge about the Ahoms is drawn mainly from the royal chronicles called ബുറാഞ്ചീസ്. റോയൽ ക്രോണിക്കിൾസ് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ കൊട്ടാരത്തിലുള്ള എന്താണ് എഴുതപ്പെട്ട ബുക്കുകളാണ് ക്രോണിക്കിൾസ്. അതിൽ എന്താണ് ബുറാഞ്ചീസ് എന്നാണ് അറിയപ്പെടുന്നത്. ആ ബുറാഞ്ചീസിൽ നിന്നാണ് അഹോംസിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, the next we need to study the page system. What about the page system? One system existed when the tribal people, the Ahom rulers maintained a workforce. അഹോം റൂളേഴ്സ് ഇന്ത്യയിൽ മിഡീവൽ ടൈമിൽ കൊണ്ടു നടന്നിരുന്ന ഒരു സിസ്റ്റമാണ് പേജ് സിസ്റ്റം. വാട്ട് അബൌട്ട് ദാറ്റ്? വർക്ക് ഫോഴ്സ് വിച്ച് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഡ്യൂറിങ് ബോത്ത് വാർ ആൻഡ് പീസ്. യുദ്ധം ഉണ്ടാകുന്ന സമയത്തും യുദ്ധം ഇല്ലാത്ത സമയത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്തിരുന്ന സിസ്റ്റമാണ് പേജ് സിസ്റ്റം. ഇറ്റ്സ് മെമ്പേഴ്സ് കോൾഡ് പേക്ക്. അതിലുള്ള മെമ്പേഴ്സിനെ പേക്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സെർവ്സ് ആർ സോൾജിയേഴ്സ് ആൻഡ് ഓൾസോ ബിൽറ്റ് ഡാംസ് ആൻഡ് റോഡ്സ് ആൻഡ് ബോട്ട് ഫോറസ്റ്റ് ആൻഡ് സോംബി ലാൻഡ്സ് അണ്ടർ റൈസ് കൾട്ടിവേഷൻ. അതായത് കുറച്ച് ആളുകളെ പേക്ക് ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചു. അവരുടെ മെമ്പേഴ്സിന് പേക്സ് എന്നറിയപ്പെട്ടു. യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് അവർ സോൾജിയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യണം. അല്ല, പീസിൻ്റെ സമയത്ത്, യുദ്ധമില്ലാത്ത സമയത്ത് അവരെന്ത് ചെയ്യണമായിരുന്നു? ഡാം ഉണ്ടാക്കണം, റോഡ് ഉണ്ടാക്കണം, ബ്രോഡ് ഫോറസ്റ്റ് ആൻഡ് സ്വാംബി ലാൻഡ്സ് അണ്ടർ റൈസ് കൾട്ടിവേഷൻ. സ്വാംബി ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ലാൻഡ്സും ഫോറസ്റ്റും എല്ലാം കൃഷി നടത്തണം. അതൊക്കെയായിരുന്നു അവരുടെ ജോലി. പീപ്പിൾ വർ റെഗുലർലി മൂവ്ഡ് ഫ്രം ദ സെറ്റിൽഡ് ഏരിയാസ് ഇൻ ടു ദീസ് ന്യൂലി റീക്ലെയിംഡ് ലാൻഡ്സ്. ഒരു പ്ലേസിൽ സെറ്റിൽഡ് ആയിട്ട് ജീവിക്കും. ബട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് റോഡോ അല്ലെങ്കിൽ ഡാമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് മൂവ് ചെയ്യണമായിരുന്നു. ഓക്കെ, വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് നോബിൾസ്, നിയർലി ഓൾ മെയിൽ ഏജ്ഡ് 15 to 60 ഹാഡ് ടു ബി കമ്പൽസറി പബ്ലിക് സർവീസ് ആസ് പേക്സ്. അതായത് അഹോം റൂളേഴ്സ് ഏത് മുതൽ 15 മുതൽ 60 വയസ്സ് വരെയുള്ള എല്ലാ മെയിൽസും പേക്സിൽ നിർബന്ധമായിട്ടും പേക്സിൽ അംഗങ്ങളാവേണ്ടിയിരുന്നു. എക്സെപ്ഷൻ ഓഫ് നോബിൾസ്. നോബിൾസ് എന്ന് പറഞ്ഞാൽ രാജകുടുംബത്തിലെ മെമ്പേഴ്സ് ഒഴികെ, രാജാവും അയാളുടെ മക്കളും കുടുംബങ്ങളും ഒഴികെ അതിലുള്ള മെയിൽസ് ഒഴികെ ആ രാജ്യത്തിലുള്ള അഹോം രാജാക്കന്മാരുടെ അണ്ടറിലുള്ള രാജ്യത്തിലുള്ള എല്ലാ മെയിൽസും 15 മുതൽ 60 ഇയേഴ്സ് ഉള്ള എല്ലാ മെയിൽസും പേക്സിലെ മെമ്പേഴ്സായിട്ട് വർക്ക് ചെയ്യണമായിരുന്നു, നിർബന്ധമായിട്ടും വർക്ക് ചെയ്യണമായിരുന്നു. The Pegs were organized into 4 members groups, each called a goat. ഓരോ പേക്സിലും ഓരോ ഗ്രൂപ്പ് ഉണ്ട്. 4 മെമ്പേഴ്സ് ആയിരുന്നു ആ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കുക. ആ ഗ്രൂപ്പിനെ അറിയപ്പെട്ടിട്ടാണ് എ ഗോട്ട് എന്ന് പറയുന്നത്. ഈച്ച് ഗോട്ട് സെറ്റ് 1 member ബൈ റൊട്ടേഷൻ ഫോർ പബ്ലിക് വർക്ക്. ഒരാൾ യുദ്ധത്തിൻ്റെ സമയത്ത് 4 പേരും യുദ്ധം ചെയ്യാൻ പോകരുത്. 3 ആൾ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ഒരാൾ എന്ത് ചെയ്യണം? പബ്ലിക് വർക്ക് ചെയ്യാൻ പോകണം. ദ അതർ took care of his land during his absence. അയാളുടെ അബ്സെൻസിൽ ആ ഏരിയ നോക്കിയെടുക്കേണ്ടത് ആരാണ്? ഈ 3 മെമ്പേഴ്സ് ആയിരിക്കും. മോർ മെമ്പേഴ്സ് വർ കോൾഡ് അപ്പ് അറ്റ് വാർ ടൈം. യുദ്ധത്തിൻ്റെ സമയത്ത് എന്ത് ചെയ്തു? കൂടുതൽ ഓരോ ലാൻഡ് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഈ 4 പേക്സിന് ആ ഗോട്ട് എന്നാണ് അവർ അറിയപ്പെട്ടത്. അവരിൽ 3 ആൾ എന്ത് ചെയ്തു? ലാൻഡിലുള്ള കൃഷിയും സംഭവങ്ങളെല്ലാം നോക്കിയെടുത്തും. ഒരാൾ എന്ത് ചെയ്തു? ഡാമോ റോഡോ അങ്ങനെയുള്ള പബ്ലിക് വർക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോകണമായിരുന്നു. ഓക്കെ, യുദ്ധത്തിൻ്റെ സമയത്ത് എന്ത് ചെയ്യും? കൂടുതൽ ആളുകളും ഈ 4 പേക്സിൻ്റെ ഏരിയാസിലോട്ട് മറ്റുള്ള പേക്സിലുള്ള മെമ്പേഴ്സ് കൂടി യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്തും. ഓക്കെ, സോ ഓൾ ലാൻഡ്സ് അണ്ടർ റൈസ് കൾട്ടിവേഷൻ ബിലോങ് ടു ദ സ്റ്റേറ്റ്. അല്ലെ, എല്ലാ ലാൻഡ്സും കൃഷി അല്ലെ അരി കൾട്ടിവേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നു അഹോം റൂളേഴ്സിൻ്റെ ഏരിയ.
എവരി പേക്ക് വാസ് ഗിവൺ എ സെർട്ടൻ എമൗണ്ട് ഓഫ് ഹിസ് ലാൻഡ് ടു കൾട്ടിവേറ്റ്. ഓരോ പേക്കിനും അയാളുടെ ലാൻഡിലെ ഒരു ഏരിയ എന്ത് ചെയ്തു, ഒരു ഡെഫിനിറ്റ് ഏരിയ കൾട്ടിവേഷൻ നടത്താൻ കൊടുക്കുമായിരുന്നു. ദിസ് ലാൻഡ് വാസ് ടാക്സ് ഫ്രീ ആൻഡ് കുഡ് ബി റീഡിസ്ട്രിബ്യൂട്ടഡ്. ആ ലാൻഡിൽ നിന്ന് അവർക്ക് കൃഷി നടത്തി അവർക്ക് തന്നെ എടുക്കാമായിരുന്നു. ആ ലാൻഡിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യേണ്ട, നികുതി അടയ്ക്കേണ്ടതില്ലായിരുന്നു. ആൻഡ് വർ റീഡിസ്ട്രിബ്യൂട്ടഡ്. ചിലപ്പോൾ ആ ലാൻഡ് രാജാവ് എടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്തു, മറ്റൊരാൾക്ക് കൊടുക്കുമായിരുന്നു. ദർ വാസ് നോ ലിമിറ്റ് ടു ഇൻഫീരിയർ ലാൻഡ് എ പേക്ക് കുഡ് ഓൺ അല്ലേ. അതായത് ലാൻഡ് കൈവശം വെക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നില്ല പേസിന് എന്നുള്ളതാണ് പറയുന്നത്. അതായത് നല്ല പേസിന് എന്ത് ചെയ്തു, കൂടുതൽ ലാൻഡ് കൊടുക്കുന്നു. ദ പേക്സ് ഓൾസോ ഹാഡ് ആക്സസ് ടു കോമൺ ഫോറസ്റ്റ് ലാൻഡ്സ് ആൻഡ് ഗ്രേസിംഗ് ഗ്രൗണ്ട്സ്. ഈ പേക്സ് തന്നെ എന്ത് ചെയ്തു, കോമൺ ആയിട്ടുള്ള ഫോറസ്റ്റ് ലാൻഡ്സിലും ഗ്രേസിംഗ് ഗ്രൗണ്ട്സും എല്ലാം എന്ത് ചെയ്യുന്നു, അവിടെ എല്ലാം പോകാമായിരുന്നു ഇവർക്ക് എന്നുള്ളതാണ് പറയുന്നത്. ഇൻ ദ 17th century ദ പേക്സ് വർ ഗ്രൂപ്ഡ് ഇൻ ടു ഡിവിഷൻസ് കോൾഡ് ഖേൽസ് അല്ലെ. 17th century എന്ത് ചെയ്തു, ഈ പീക്സ് എല്ലാം ഒന്നിച്ചുകൂടി എന്ത് ചെയ്തു, ഡിവിഷൻസ് ആയിട്ട് മാറി. അതിനെ ഖേൽസ് എന്നറിയപ്പെട്ടു. ഈച്ച് ഖേൽ ഹാഡ് എ ഗ്രേഡഡ് സിസ്റ്റം ഓഫ് കമാൻഡിങ് ഒഫീഷ്യൽസ്. ഓരോ ഖേൽസിനും അല്ലേ, ഈ പേക്സ് എല്ലാം കൂടിയിട്ട് മറ്റൊരു ടീമായിട്ട് മാറിയതാണ് ഖേൽസ്. ഈ ഖേൽസ് എന്ന് പറയുന്നത് എന്താണ്, അവരിലുള്ള കമാൻഡിങ് ഒഫീഷ്യൽസ് ആയിരുന്നു. ലോവസ്റ്റ് ഓഫ് ഹൂം വാസ് ഇൻ ചാർജ് ഓഫ് 20 ഗോഡ്സ്. അതായത് ഓരോ ഓഫീസ് പദവിയാണ് ഇവർക്ക് കൊടുത്തിരുന്നത്. ഏറ്റവും താഴെയുള്ള ഖേലിന് എന്ത് കിട്ടി, 20 ആടുകളെ നോക്കാനാണ് കിട്ടിയിരുന്നത്. അത് നോക്കിയിട്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അതിന് മുകളിലോട്ട് എന്ത് ചെയ്തു, വലിയ വലിയ ഓഫീസ് ജോലികളാണ് കിട്ടിയിരുന്നത്, കൊട്ടാരത്തിലുള്ള ഓഫീസ് ജോലികൾ. അത് അഹോംസ് ആദ്യം പേ സിസ്റ്റം ആയിരുന്നു കൊണ്ടുവരുന്നിരുന്നത്, പിന്നീടായിരുന്നു ഖേൽ സിസ്റ്റം കൊണ്ടുവരുന്നിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് റിലീജിയൻ. ഓൾദോ ദ അഹോംസ് ഡിസെൻഡഡ് ഫ്രം ദ ബുദ്ധിസ്റ്റ് ഷാൻ ട്രൈബ് അല്ലേ, they were not Buddhist. They worshipped tribal gods, although some Ahom rulers took Hindu names and adopted Hinduism. അല്ലേ, പിന്നീട് അഹോംസ് എന്ത് ചെയ്തു, ഡിസെൻഡഡ് ഫ്രം ബുദ്ധിസ്റ്റ് ഷാൻ ട്രൈബ്. അഹോംസിന് ശേഷം പിന്നെ ആ പദവിയിൽ എത്തിയത് എന്താണ്, ബുദ്ധിസ്റ്റ് ഷാൻ ട്രൈബിൽപ്പെട്ട ആളുകളായിരുന്നു. അതായത് ബുദ്ധിസ്റ്റ് ഷാൻ ട്രൈബിൽപ്പെട്ട ആളുകളിൽ നിന്നാണ് അഹോംസ് എന്ന് പറയുന്ന ട്രൈബൽ സൊസൈറ്റി ഉണ്ടായിട്ടുള്ളത്. ദേ വർ നോട്ട് ബുദ്ധിസ്റ്റ്, അവർ ബുദ്ധിസ്റ്റ് ആയിരുന്നില്ല. ദേ വർഷിപ്ഡ് ട്രൈബൽ ഗോഡ്സ്, അവർ ആരാധിച്ചിരുന്നത് ആരെയാണ്, ബുദ്ധിസ്റ്റ് ഷാൻ ട്രൈബ് എന്നറിയപ്പെട്ടാലും ബുദ്ധമതത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകളല്ല അഹോംസ്. പിന്നീട് അവരെന്ത് ചെയ്തു, ട്രൈബൽ ഗോഡ്സ്, അതായത് കാട്ടിലുള്ള അവരുടെ സങ്കല്പത്തിലുള്ള ഓരോ ദൈവങ്ങളെയായിരുന്നു അവർ ആരാധിച്ചിരുന്നത്. ഓൾദോ സം അഹോം റൂളേഴ്സ് ടു ഹിന്ദു നെയിംസ്, പിന്നീട് ഓരോ അഹോം റൂളേഴ്സ് എന്ത് ചെയ്തു, ഹിന്ദുക്കളുടെ പേര് സ്വീകരിക്കാൻ തുടങ്ങി ആൻഡ് ഹിന്ദുയിസം അഡോപ്റ്റ് ചെയ്തു, ഹിന്ദു മതം സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ലാസ്റ്റ് പാരഗ്രാഫ്. ദ ഇൻഫ്ലുവൻസ് ഓഫ് ബ്രാഹ്മൺസ് ഇൻക്രീസ്ഡ് ഡ്യൂറിങ് ദ 17th century. ബ്രാഹ്മൺസിൻ്റെ എന്ത് ചെയ്തു, ഇൻഫ്ലുവൻസ്, അവരുടെ എന്താണ് കൈകടത്തിൽ കൂടുതലായിട്ട് വന്നു 17th century. ബട്ട് ഈവൻ ദോ ദ അഹോംസ് ബിൽറ്റ് ഹിന്ദു ടെമ്പിൾസ്, എങ്കിൽ പോലും അഹോംസ് എന്ത് ചെയ്തു, ഹിന്ദുക്കളുടെ ടെമ്പിൾസ് അല്ലെ, അമ്പലങ്ങൾ ഉണ്ടാക്കി. വിത്ത് ഹിന്ദു പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെ എന്താണ്, സന്യാസിമാരെ പൂജയ്ക്ക് വെച്ചിട്ട് ടെമ്പിൾസ് ഉണ്ടാക്കി. ദേ കണ്ടിന്യൂ ടു വർഷിപ്പ് ദ ട്രൈബൽ ഗോഡ്സ്, അവിടെയും എന്ത് ചെയ്തു, അവരുടെ ട്രൈബൽ ഗോഡ്സിനെയാണ് അവർ ആരാധിച്ചത്. ദേ ഓൾസോ യൂസ്ഡ് ദ ട്രൈബൽ ലാംഗ്വേജ് എലോങ് വിത്ത് ആസാമീസ്, ആസാം ലാംഗ്വേജിൻ്റെ കൂടെ അവരുടെ ട്രൈബൽ ലാംഗ്വേജും അവർ സംസാരിക്കാൻ യൂസ് ചെയ്തു. ആൻഡ് ഫോളോഡ് ദെയർ ട്രൈബൽ കസ്റ്റംസ്, അവരുടേതായിട്ടുള്ള കാട്ടിൽ അവർ യൂസ് ചെയ്തിരുന്ന കസ്റ്റംസും രീതികളും, സച്ച് ആസ് ബുറിയൽ ഓഫ് ദ ഡെഡ് അല്ലെ. ബറിയൽ ഓഫ് ഡെഡ് എന്ന് പറഞ്ഞാൽ കാട്ടിലുള്ള ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെ എന്താണ്, ശവം കത്തിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ആ കത്തിക്കുന്ന സിസ്റ്റവും ആര് ഫോളോ ചെയ്തു, അഹോംസ് ഫോളോ ചെയ്തു. These are about the Ahoms and Gone kingdom, and about the pace system, and about their religion. So we completed one chapter from history. So we completed 2 chapters from geography and 2 chapters from history, and we need to complete 2 more chapters from politics that we can study in the next class. I need to give question answers from this chapter that I will give through WhatsApp. Okay, thank you.